ദിവസവും രാവിലെ ഒരു കപ്പ് ചായയോ പാലോ കുടിച്ചില്ല എങ്കിൽ തൃപ്തി വരാത്തവരാണ് നമ്മളിൽ പലരും. മിനിമം 2 പാക്കറ്റ് കവർ പാലെങ്കിലും വാങ്ങാത്ത വീടുകളും ചുരുക്കമായിരിക്കും. കാരണം നിത്യജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ നിന്ന് ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭക്ഷ്യവസ്തുവാണ് പാല്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന കവർ പാലുകൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? രാവിലെ ഒരു കപ്പ് ചായ മുതൽ കുട്ടികളുടെ ആരോഗ്യ പാനീയങ്ങൾ, തൈര്, പനീർ, മധുര പലഹാരങ്ങൾ വരെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പാല് തന്നെയാണ്. എന്നാൽ നമ്മൾ വിശ്വസിച്ച് ഉപയോഗിക്കുന്ന പാൽ യഥാർത്ഥത്തിൽ എത്രത്തോളം സുരക്ഷിതമാണ്? പാലിൽ മായം ചേർക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? അത് തിരിച്ചറിയാൻ കഴിയുമോ? എന്നാൽ ഇപ്പോൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. സിന്തറ്റിക് പാൽ നിർമ്മിക്കാൻ ചിലരാകട്ടെ സ്കിംഡ് മിൽക്ക് പൗഡർ, വിവിധ രാസവസ്തുക്കൾ, എമൽസിഫയറുകൾ, അതേപോലെ തന്നെ മറ്റ് ഷാംപൂ പോലുള്ള വസ്തുക്കൾ വരെ ഉപയോഗിക്കുന്നതായി തന്നെ ഇവിടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രം നിർമ്മിക്കുന്ന പാലുകളല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്താറുണ്ട്. എന്നാൽ ഇവയുടെ ഗുണനിലവാരം അളക്കാൻ അതിന് തക്കതായ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നടപടി നമ്മൾ എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഗ്രാൻഡ് അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ അതിൻ്റെ കമ്മീഷണർ തുക്കാറാം മുണ്ടെ ആകട്ടെ, അദ്ദേഹം അവിടെ അദ്ദേഹം പറയുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഫുഡ് ഫാർമർ എന്ന ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ സിന്തറ്റിക് പാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയതായി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അക്കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നതനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം അനുസരിച്ച് യഥാർത്ഥ പാലിന്റെ രൂപവും കട്ടിയും ആ നുരയും എല്ലാം തന്നെ അനുകരിക്കാൻ ചില അധികൃതർ അവിടെ വലിയ രീതിയിൽ അനധികൃതമായി തന്നെ നിർമ്മാണങ്ങൾ നടക്കുന്നതായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് സ്കിംഡ് മിൽക്ക് പൗഡർ, വിവിധ രാസവസ്തുക്കൾ, ഇത്തരത്തിലുള്ള എമൽസിഫയറുകൾ, ഇതെല്ലാം തന്നെ ഷാംപൂ തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചില കേസുകളിൽ ഷാംപൂ പോലുള്ള വസ്തുക്കളുടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പാലുകൾ അവിടെ നിർമ്മിക്കുന്നതായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സിന്തറ്റിക് പാൽ എന്തുകൊണ്ടാണ് ഇവർ നിർമ്മിക്കുന്നത് എന്നത് ഒരു ചോദ്യമാണ്. എന്നാൽ ഇതിന് ഉത്തരം ഒറ്റ വാക്കിൽ തന്നെ പറയാൻ സാധിക്കും. അവർ ഇതിൻ്റെ ഒരു ലാഭമാണ് കണക്കാക്കുന്നത്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ അളവിൽ കൃത്രിമ പാൽ നിർമ്മിച്ചുകൊണ്ട് വിപണിയിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. വിതരണ ശൃംഖലയിലെ വിവിധ ഘട്ടങ്ങളിലായാണ് ഇത്തരം മായം കലർന്ന ഇത്തരത്തിൽ മായം കലർത്തൽ നടക്കാൻ സാധ്യതയുള്ള എന്നതാണ് ഇതിനകത്ത് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്നാൽ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ചില അന്വേഷണങ്ങളിൽ കണ്ടെത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. വിപണിയിലെ എല്ലാ പാലും അവിടെ കൃത്രിമമാണോ അതായത് ഇത് കൃത്രിമമാണോ എന്നത് ഇവിടെ ഒരു ഉത്തരം അദ്ദേഹം നൽകുകയാണ്. മാത്രമല്ല, ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ വെളിപ്പെടുത്തലിൽ വീണ്ടും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അംഗീകൃത ബ്രാൻഡുകളിൽ നിന്നോ വിശ്വസനീയമായ വിതരണക്കാരിൽ നിന്നോ പാല് വാങ്ങുക എന്നതാണ് വിദഗ്ധർ ഇതിനോടായി തന്നെ നൽകുന്ന ഒരു വിശദീകരണം, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു അഡ്വൈസ് എന്നത്. അതുമാത്രമല്ല, സംശയകരമായ ഉൽപ്പന്നങ്ങൾ ബന്ധപ്പെട്ട ഭക്ഷ്യസുരക്ഷാ അധികൃതരെ അറിയിക്കുക, ഉപഭോക്തൃ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതലായി തന്നെ കുറയ്ക്കാനുള്ള പ്രധാന മാർഗങ്ങളായി പറയുന്നത്. നമ്മുടെ അടുക്കളയിലെ ഏറ്റവും സാധാരണമായ ഭക്ഷ്യവസ്തുവായ പാലിൻ്റെ സുരക്ഷയെക്കുറിച്ച് വീണ്ടും നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇദ്ദേഹം ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കടകളിൽ നിന്നാണെങ്കിലും വീട്ടുകളിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കവർ പാല് തന്നെയാണ്. പ്രകൃതിദത്തമായി തന്നെ നമുക്ക് കിട്ടുന്ന പശുവിൻ പാല്, അത് നമുക്ക് എല്ലാ കാലവും അത് നമ്മളിലേക്ക് എത്താതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് പകരമായാണ് നമ്മൾ ഇത്തരത്തിൽ പുറത്തു നിന്നും വരുന്ന കവർ പാലുകളെ ആശ്രയിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കവർ പാലുകളിലുള്ള അപകടം ഒളിഞ്ഞിരിക്കുന്ന, ഈ കവർ പാലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്തെന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.